വിജയുടെ പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതായിരിക്കും സിനിമകളിലെ? എല്ലാ പാട്ടും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നൻപൻ മൂവിയിലത്തെ എല്ലാ സോങ്സ് ഭയങ്കര ഇഷ്ടം. അതിലൊരു സോങ് ഞങ്ങൾക്ക് വേണ്ടി പാടണം. വിജയ് ഇത് കാണുന്നുണ്ടെങ്കിൽ വിജയ്ക്ക് പാട്ട് പാടാൻ അങ്ങനെ പാട്ട് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ ഉള്ള ചാൻസും ഇല്ല, കളയത്തില്ല. ഉറപ്പാ പാടിക്കോ. അപ്പൊ നമ്മുടെ ശില്പ നമ്മുടെ വിജയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടും. ആണോ? ചേച്ചിയൊക്കെ ശില്പയുടെ വലിയ ഫാന. രാറ്റ കൊടുക്ക്. പിന്നെ വേണം ശില്പ. എന്ത് പാട്ട് വേണം? ശില്പക്ക് ഇഷ്ടമുള്ള പാട്ട്. നൻപനിലെ ഏത് പാട്ട് വേണമെങ്കിലും പഠിക്കും. അല്ല ഞാൻ പാടും. ഞാൻ പാടി ടെലികാസ്റ്റ് പോലും ഞാൻ കൂടെ പാടാം. എനിക്ക് പാടാൻ അറിയത്തില്ല. ശരി, നൻപൻ പടത്തില് വേണല്ലേ? നൻപൻ പാടാം. അസ്ക് വേണോ? ശരി, പാടാം. എന്നാ പാടാം. ഓക്കെ. ഗോലിംഗ ചിന്ത ചിന്ത ഇഷ്ക് ഇഷ്ക് പ്രേമ ലവ് ഇഷ്ട പ്രേമ പ്യാരോ പ്യാരോ ഉൻ കാതലുന്തൻ വേല അത്തனை மொழியிலும் வார்த்தை ஒவ்வொன்றும் கொய்தேன் மொத்தமாய் கோர்த்துதான் காதல் சென்றொன்று செய்தேன் உன்னிடம் நீட்டினேன் காதலை காட்டினேன் ஏனோ தன்னாலே உன்மேலே காதல் கொண்டேனே ஏனோ உன்னாலே என் வாழ்வில் அர்த்தம் கண்டேனே. ശരിക്കും ഒരു താരജാടയോ ഒന്നുമില്ല കേട്ടോ. നമ്മളെ വീട്ടിൽ ഒരു പാവക്കുട്ടി എന്ന് തന്നെ പറയാം. അതുപോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. നല്ല പോലെ പാടി. അപ്പൊ എനിക്കൊരു ആഗ്രഹമുണ്ട്, ഡാൻസറാന്ന് പറഞ്ഞു. എന്നെ ഇരുന്നുകൊണ്ട് 2 സ്റ്റെപ്പ് പഠിപ്പിക്കണം. ഓക്കെ. പാട്ട് പറ ശില്പ. അപ്പം നമ്മൾ ഏത് പാട്ടിന് ഡാൻസ് കളിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഇനി കാലഘട്ടങ്ങൾ എത്ര മാറിയാലും നമ്മുടെ കലാപം മണിച്ചേട്ടനല്ലേ നമുക്ക് മറക്കാൻ ആർക്കും പറ്റത്തില്ല. അപ്പം മണിച്ചേട്ടന്റെ പാട്ടിട്ട് 2 സ്റ്റെപ്പ് എന്നെ പഠിപ്പിക്കാവോ? ഇരുന്നോണ്ട് ശില്പയുടെ ഡാൻസിന്റെ കഴിവ് എത്രമാത്രം ഉണ്ടെന്ന് നമുക്കൊന്ന് അളക്കാം. സ്റ്റാർട്ട്. പോരെ? ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെയല്ല കളിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അടിപൊളിയാണല്ലോ നീ. വെറും തള്ള് അല്ല, മൊത്തത്തിൽ പൊളി. ശരി, താങ്ക് യു കേട്ടോ. ശില്പ ഇത്ര ആക്റ്റീവ് ഇവിടെ ആണെങ്കിൽ ശില്പയുടെ അമ്മയ്ക്കൊക്കെ വലിയ ഭാഗ്യം ശില്പയെ പോലെ ഒരു മോളെ കിട്ടിയതിൽ. അമ്മ പറയാറുണ്ടോ? അങ്ങനെ നമ്മുടെ അടുത്ത് പറയൂലല്ലോ. പറയത്തില്ല. ചിലപ്പോ വേറെ ആർക്കെങ്കിലും പറയുന്നുണ്ടാവും. വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, അനിയത്തി, വലിയച്ഛൻ, ഇളയച്ഛൻ, മേമ, അനിയന്മാര്, മുത്തശ്ശി, മുത്തശ്ശൻ, ചേച്ചി, അനിയൻ. ഒരു ഫുട്ബോൾ ടീമിൽ കളിക്കുന്ന ആളുണ്ട്. ഈ അനിയത്തിക്ക് ഇതുപോലെ ആഗ്രഹമുണ്ടോ സീരിയലിൽ സിനിമയിലൊക്കെ? അവളെ ഇപ്പൊ സ്കൂളിംഗ് കംപ്ലീറ്റ് ആവണേ ഉള്ളൂ. സോ മേ ബി ഇപ്പൊ അവൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. മേ ബി ഇൻ ഫ്യൂച്ചർ അവൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യും. നമ്മൾ സപ്പോർട്ടാ വീട്ടിൽ. ഓഫ് കോഴ്സ്. എനിക്ക് എന്റെ വീട്ടിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ എന്റെ അനിയത്തിക്ക് ചെയ്യണമല്ലോ. ചെയ്യും. ഇപ്പൊ ഈ ശില്പ എന്ന വ്യക്തി ഇപ്പൊ ഈ ചെയ്യുന്ന സീരിയലിലെ കഥാപാത്രം പാവമാണോ അല്ല ഭയങ്കര ദേഷ്യക്കാരിയാണോ? ഞാൻ കുറച്ച് ദേഷ്യക്കാരിയാണ്. പിന്നെ ഭയങ്കര എന്താ പറയാ, ഈ ട്രിക്കി അല്ല, അങ്ങനെയുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും കുറ്റക്കേട് കാണിച്ചിട്ട് ബാക്കിയുള്ളവരെ അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ പാവമാണെന്നുള്ള പോലെ ആക്ടും ചെയ്യും. അതാ ശില്പ വന്ന ഉടനെ അവിടെ ഇരുന്നൊരു ചേച്ചിയെ ഞാൻ കാണിച്ചു തരാം. കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ് ഉള്ളതാ. ഇനി എനിക്ക് എന്ത് കഥാപാത്രം ചെയ്യണം, അല്ലെ എനിക്ക് ഈ കഥാപാത്രം ചെയ്താൽ കൊള്ളാം എന്നാഗ്രഹമുള്ള കഥാപാത്രം ഏതായിരിക്കും? കുറെ എണ്ണം ഉണ്ട്. മേ ബി ഞാൻ ഇപ്പൊ പെട്ടെന്ന് ചോദിച്ചാൽ വെരി റീസെന്റ് ഞാൻ കണ്ട മൂവിയുടെ പറയാം. അമരൻ കണ്ടായിരുന്നു. സോ അമരനിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് സായി പല്ലവിയുടെ ആക്ടിങ് ആയിരുന്നു.
സായി പല്ലവി ഒരു രക്ഷയില്ല acting ല്, അല്ലേ? ശരിയാണ്. എല്ലാ മൂവീസിലും ഹീറോയിൻസിന് അത്ര സ്കോപ്പ് ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. നോട്ട് എല്ലാ മൂവീസിലും. ചിലപ്പോൾ മാസ് മൂവീസ് ആയിരിക്കും അതിൽ കുഞ്ഞ് ക്യാമിയോ പോലെ ആയപ്പോൾ ഹീറോയിൻസ് വരുന്നത്. അങ്ങനത്തെ എനിക്ക് ചെയ്യാൻ താല്പര്യം ഇല്ല. കിട്ടിയാൽ ചെയ്യലെന്നല്ല കേട്ടോ, ചെയ്യും. ബട്ട് സ്റ്റിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളത് ഈ നമ്മുടെ ആക്ടിങ്ങിന് സ്കോപ്പ് ഉണ്ടാവണം. ലൈക്ക് ആക്ടിങ് പുറത്ത് അതായത് ഒരു സിനിമയ്ക്കകത്ത് വന്ന് ചുമ്മാ ജസ്റ്റ് പാസ് ചെയ്ത് പോവല്ലാതെ അവിടെ സിഗ്നേച്ചർ പതിപ്പിക്കണം. അതെ അതെ, അങ്ങനത്തെ റോൾസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ റീസെൻ്റ്ലി കണ്ടതിൽ സായ് പല്ലവിയുടെ ആ റോളൊക്കെ അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ചെയ്യണം, ട്രൈ ചെയ്യണമെന്നാണ് എനിക്ക് ആഗ്രഹം. അപ്പൊ ഉടനെ സിനിമ വരട്ടെ. സിനിമ വരുമ്പോൾ വിളിക്കണം കേട്ടോ, അറിയിക്കണം. ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഷുവർ പ്രാർത്ഥിക്കണം. ഉറപ്പായിട്ടും. ഓക്കെ.